വെച്ചാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. കാരണം ഈ കാര്യത്തിൽ എപ്പോഴും ദൈവത്തിനാണ് ആദ്യം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ രാവിലെ എണീക്കുക. രണ്ടാമത്തെ കാര്യം നമ്മുടെ സ്വന്തം കൈപ്പത്തി, പറ്റുമെങ്കിൽ കാസ്റ്റർ ഓയിൽ ആൻഡ് എക്സ്ട്രാ വിർജിൻ കോക്കനട്ട് ഓയിൽ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കയ്യിലേക്കൊന്ന് റബ്ബ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയണ്ട, ഒരു ഈർപ്പം, ഒരു വാംനെസ് കിട്ടും. എന്നിട്ട് ആ കൈ കൊണ്ട് തന്നെ നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടത്, ടാപ്പിംഗ് മോഡിൽ നമ്മുടെ എല്ലാ നെറ്റിയുടെ ഭാഗം, കണ്ണിൻ്റെ അവിടെ ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് ഒരു സർക്കിളായിട്ട് ഒരു 15 to 20 ടാപ്പിംഗ് കൊടുക്കാം. രണ്ടാമത്തെ കാര്യം, നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന ആൾ തല സൈഡിലേക്ക് തിരിക്കുമ്പം നമ്മുടെ ഇവിടെ ഒരു ബോൺ കാണാറുണ്ട് അല്ലേ, അത് നമ്മൾ ഒരു 5 പ്രാവശ്യം പിൻ ചെയ്ത് വിടുക. അതേപോലെ ഈ സൈഡിലും 5 പ്രാവശ്യം പിൻ ചെയ്ത് വിടുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ടൈറ്റ്നസ് ഫേസിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ ഈ ടെമ്പിൾ ഏരിയയാണ് പ്രത്യേകിച്ച് കണ്ണുമായിട്ടുള്ള കാര്യത്തിൽ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഈ ടെമ്പിൾ ഏരിയയിൽ നമ്മുടെ ഈ തന്നെ കൈപ്പത്തി നമ്മളിങ്ങനെ നക്കിൾസ് മാതിരി വെച്ചിട്ട് ഈ ഭാഗം നന്നായിട്ട് നിവർന്ന് നിന്നിട്ട് നന്നായിട്ട് 5 പ്രാവശ്യം ക്ലോക്ക് വൈസും 5 പ്രാവശ്യം ആൻറ്റി ക്ലോക്ക് വൈസും ആയിട്ട് ചെയ്യുക. അത് നമ്മുടെ ഫേസിനെ കുറച്ചുകൂടെ എനർജറ്റിക് ആക്കും. അടുത്ത മറ്റൊരു കാര്യം, നമ്മുടെ ഈ ഒരു പോർഷൻ ഇവിടെയാണല്ലോ പെട്ടെന്ന് നമുക്ക് സാഗിങ് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ മാറാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു മൂക്കിൻ്റെ ഈ പാലത്തിൻ്റെ ഈ മിഡിൽ, അതായത് ഈ കവിളിൻ്റെ ഇവിടത്തെ ആ മിഡിൽ ഭാഗത്ത് നമ്മൾ അതേമാതിരി 10 പ്രാവശ്യമോ 5 പ്രാവശ്യമോ ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് മസാജ് ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോർഷൻസ് നമ്മൾ മസ്റ്റായിട്ട് മസാജ് ചെയ്യണം. അതും കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ ഈ കവിളിൻ്റെ ഈ 2 ഭാഗം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ച് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു 1 മുതൽ 5 വരെ ഹോൾഡ് ചെയ്യുക. ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ വിടുക. ഇത് നിങ്ങളൊന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. നിങ്ങളോട് എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്താ ഫേസിലിടുന്നതെന്ന്. ഒന്നും നമ്മൾ ഇടണ്ട. പക്ഷേ നമ്മുടെ എല്ലാ ടെൻഷൻസും നമ്മുടെ സങ്കടങ്ങളും നമ്മൾ ഉള്ളിൽ ഒതുക്കുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നമ്മളെ ബാധിക്കുന്നത് ഫേസാണ്. അപ്പോൾ നമ്മുടെ ഫേസിനെയും നമ്മുടെ ജീവിതചര്യ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണം ഡിസൈഡ് ചെയ്യാൻ. അതിന് നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സർവീസ് എന്ന് പറഞ്ഞ് നമ്മൾ ഒരിടത്ത് പോയി ഏറ്റവും വില കൂടിയ ഒരു ഫേഷ്യൽ ചെയ്തതുകൊണ്ട് നമ്മുടെ ഫേസിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ കാശ് പോവും. അന്നേരത്തേക്ക് അല്ലെങ്കിൽ ഒരു 3 ദിവസം അല്ലെങ്കിൽ ഒരു 5 ദിവസം നമുക്കൊരു ഗ്ലോ കിട്ടും എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. പിന്നെ ചില ആൾക്കാർക്ക് നമ്മൾ ഇങ്ങനെയൊക്കെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവർക്ക് ഉപകാരപ്പെടുന്നത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് തിരിച്ച് കഷ്ടവും വരാറുണ്ട്. അതായത് എനിക്കൊരു മേക്കപ്പ് എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടി എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, പാക്കേജിൽ എന്തൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ പാക്കേജിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ എന്തൊക്കെ ഇയാൾക്ക് ചെയ്യണമെന്ന് ഇയാൾ നേരിട്ട് വരുമ്പം പറയാം, ഇല്ലെങ്കിൽ ഫോണിലൂടെ പറയാം. അപ്പോൾ ഞാൻ ആ കുട്ടിയോട് പറയുന്നുണ്ട്, ഇയാൾ പോയി ഇങ്ങനെ ഫേഷ്യൽസ് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ആക്ച്വലി നമ്മൾ ഫേഷ്യൽസിന് പകരം സ്ക്രബിങ് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ, ഒരു സ്ക്രബ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലീനപ്പ് ചെയ്യാൻ നമ്മളൊരു പാർലർ സർവീസ് നമുക്ക് നല്ലതാണ്. പക്ഷേ ഈ പെൺകുട്ടിക്ക് അതൊന്നും അല്ലായിരുന്നു ആവശ്യം. അതിന് പുതിയ തരത്തിൽ ഹൈഡ്രാ ഫേഷ്യൽ, ഗോൾഡ് ഫേഷ്യൽ, പിന്നെ പെഡിക്യൂർ, മെനിക്യൂർ എന്നൊക്കെ പറഞ്ഞ് അതിങ്ങനെ കുറേ ലിസ്റ്റുകൾ പറഞ്ഞു. അപ്പം ഞാൻ അതിന് പറയേണ്ട കാര്യങ്ങൾ ഇതേമാതിരി നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തപ്പം എനിക്കൊരു കാര്യം റെഡിയായി കിട്ടി. എനിക്ക് ആ കല്യാണ വർക്ക് കിട്ടാതെ പോയി. കാരണം ആ ഒരു പുതിയ തലമുറയുടെ ചില ആൾക്കാരുടെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ പറയുന്നതിൽ അവർക്കൊരു കാര്യമില്ല. അവർക്ക് എല്ലാത്തിനും അല്ലെങ്കിൽ പെട്ടെന്ന് ഉടനടി അവർക്ക് റിസൾട്ട് കൊടുക്കുന്ന വലിയ സംഭവങ്ങൾ ചെയ്യുന്നതിലാണ് അവർക്ക് താല്പര്യം. അപ്പോൾ ഇതും കുറേ പേർക്കെങ്കിലും ഇത് വിശ്വാസം ഉണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കുറച്ച് പേരെങ്കിലും ആത്മാർത്ഥതയോടെ 1 മാസമോ 2 മാസമോ ഇത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് എന്താണെന്ന് എനിക്ക് കമൻറ്റ് ബോക്സിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും പുതിയ ഇതുമാതിരിയുള്ള ഓരോ ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ പേജ് മറക്കാതെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അണ്ടിൽ ദെൻ ബൈ.